നബിയുടെ ഖബറിൻ്റെ സിദ്ദീഖുൽ ഖബറിൻ്റെയും അടുത്ത ഉമർ ഖത്താബിൻ്റെ ഖബറുള്ളത്. അത് ഇമാം ബുഖാരി മുസ്ലിം അടക്കം ഉദ്ധരിക്കുന്ന റിപ്പോർട്ടുകളിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. പക്ഷേ ഈ 3 ഖബറുകളുടെ രീതികൾ അതെങ്ങനെയാണ് എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പ്രബലാഭിപ്രായം ആ 3 ഖബറ് ഇങ്ങനെയാണെന്നാണ്. നബിയുടെ ഖബറ് മേലെ നബിയുടെ ഷോൾഡറിന്റെ ഭാഗത്ത് നിന്ന് സിദ്ദീഖുൽ ഖബറ് തല ആരംഭിക്കുന്ന രൂപത്തിൽ, സിദ്ദീഖുൽ ഷോൾഡറിന്റെ ഭാഗത്ത് നിന്ന് ഉമർ ഖത്താബിന്റെ തല ആരംഭിക്കുന്ന രൂപത്തിൽ ഇങ്ങനെയാണ് ആ 3 ഖബറുള്ളത് എന്നാണ് പ്രബലമായ അഭിപ്രായം. ഇനി അതല്ല, ചിലർ ഇങ്ങനെ അഭിപ്രായം പറഞ്ഞവരുണ്ട്, ചിലർ ഇങ്ങനെ പറഞ്ഞവരുണ്ട്. ഇങ്ങനെയൊക്കെ വ്യത്യസ്ത രീതിയിൽ അഭിപ്രായങ്ങളുണ്ട്. അതിൻ്റെ ഉള്ളിൽ കയറി നോക്കാൻ സംവിധാനം ഇല്ലാത്തതുകൊണ്ടാണ് വ്യത്യാസം ഉണ്ടാകുന്നത്. ആദ്യം നബിയുടെ ഖബറാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ കയറി വരുമ്പോൾ ഇപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ വരുമ്പോൾ ആദ്യം കാണുന്ന ഓട്ട തിരിച്ചാണ് വരുമെങ്കിൽ അപ്പോൾ ഇത് തിരിച്ചു വരും. ഇങ്ങനെയല്ല, തിരിച്ചു വരും. പിന്നെ ഖബറിന്റെ ഭാഗങ്ങൾ ആദ്യം കാണുക, മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുന്നതിന്, പിന്നെ പോയാൽ ഉമർ ഖത്താബിൻ്റെ, അങ്ങനെയാണ് വരിക. അപ്പോൾ ഈ തിരിച്ചാണ് വരയ്ക്കേണ്ടത്, ഇങ്ങനെയല്ല അർത്ഥം. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായം. ഫത്തുൽ ബാരിയിലൊക്കെ ഇമാം അസ്ഖലാനി ഈ 2 ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇത് 2 കൊടുത്തിട്ട് ഇതാണ് കൂടുതൽ പ്രബലം. ഓരോ കാലത്തിൽ ഇതിനുള്ളിൽ കയറി വെക്കാൻ സംവിധാനങ്ങളില്ല. അതെ കുഴപ്പമില്ല, ഞാൻ പഠിച്ചതുള്ളൂ. അപ്പോൾ ഏതായാലും ഫത്തുൽ ബാരിയിലൊക്കെ ഇതെല്ലാം കൊടുത്തിട്ട് ഇങ്ങനെയാണ് കൂടുതൽ ശരി. അപ്പോൾ ആ കാലം മുതൽ തന്നെ അതിനുള്ളിൽ കയറാനും ഖബർ എങ്ങനെ നോക്കാനും ഒരു സംവിധാനവും ഇല്ലാത്തത് കൊണ്ടാണ്, ഒരു ഹദീസിൽ വന്ന സൂചന വെച്ചുകൊണ്ടാണ് ഈ അഭിപ്രായം പറയുന്നത്. അന്ന് കുമ്പൊന്നുമില്ല, അന്നേ ഖബർ ഉള്ളിലേക്ക് വാതിലൊന്നുമില്ലാതെ അത് മറക്കപ്പെട്ട അവസ്ഥയിലാണ്. നബിന്റെ ഭാര്യന്റെ ഖബർ വീട്ടിലാണ് മറവ് ചെയ്യപ്പെട്ടത്. പിന്നെ അതിന് ആ ചുമരുകളെല്ലാം ഭദ്രമാക്കി വെച്ചു. ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കവാടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഉള്ളിൽ കയറി നോക്കുക എന്നുള്ള പരിപാടി ഇല്ല. അത് ഏകദേശം ഒരു 100 കൊല്ലമോ അല്ലെങ്കിൽ 150 കൊല്ലമോ ഒക്കെ ആകെ ആ സൗകര്യം ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അവിടെ ഒന്നാകെ പുനർനിർമ്മാണം നടന്ന കാലഘട്ടങ്ങളിൽ അവിടെ ഉള്ള ചുമര് ഒഴിവാക്കുകയും ആഴത്തിൽ കീറി വലിയ ചുമര് വെച്ച് ഒരിക്കലും കടക്കാൻ കഴിയാത്ത വിധം ആ ഖബറിനെ അതിൻ്റെ ഉള്ളിലാക്കി സംരക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് പുറമെ പിന്നെയും ചുമര് വന്നു, 3 ചുമരുകൾക്കുള്ളിലായിട്ട് ആ ഖബർ പിന്നീട് സംരക്ഷിക്കപ്പെട്ടു. ഇന്നിപ്പോൾ നമ്മൾ കാണുമ്പോൾ അവിടെ പുറത്തേക്ക് കാണുന്ന ചുമര് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. പുറത്തേക്ക് നമ്മൾ കാണുന്ന ചുമര് ഇങ്ങനെയാണ് വരിക. അതിന് ഉള്ളിൽ പിന്നെ മറ്റൊരു ചുമരുണ്ട്, അതിനുള്ളിൽ മറ്റൊരു ചുമരുണ്ട്. അതിനുള്ളിലാണ് ഈ 3 ഖബറുള്ളത്. അതുകൊണ്ട് ഇതിനുള്ളിൽ കയറാൻ വാതിലുണ്ട്, മറ്റു 2നും വാതിലുകളൊന്നും ഇല്ല. ഇനി ഈസാ നബിയുടെ മറമാടപ്പെടൽ, അതിനുള്ളിൽ ഒരു ഖബറിന് കൂടി സ്ഥലമുണ്ട്. അത് ഈസാ നബി അവിടെ ഖിയാമത്തിന് മുന്നോടിയായിട്ട് മറമാടപ്പെടുകയും ചെയ്യും. അപ്പം ഇതിന് മാത്രമേ ഉള്ളിൽ കയറാൻ വഴിയുള്ളൂ. അല്ല അതിനുള്ളിൽ കയറി ജാറം കുത്തിപ്പൂന്നത് അതൊന്നും ശരിയല്ല. അതാണ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത്, അല്ലാഹു റസൂലിന്റെ ദുആക്ക് അല്ലാഹു കൊടുത്ത ഉത്തരമാണ് ഈ 3 ചുമര്. എന്റെ ഖബർ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുതേ എന്ന് നബി ദുആ ചെയ്തു. അല്ലാഹു ലാ തജഅൽ ഖബരി വസനൻ യുഅബദ്, എന്റെ ഖബർ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കല്ല. ആ ദുആക്ക് അല്ലാഹു കൊടുത്ത ഉത്തരമാണ്. ഫഅജാബ റബ്ബുൽ ആലമീൻ ദുആഹു ഫഅഹാതഹു ബിസലാസത്തിൻ മിനൽ ജുദ്റാനി, ആ ദുആക്ക് റബ്ബുൽ ആലമീൻ ഉത്തരം നൽകി. ആ ഉത്തരമാണ് 3 ചുമരുകൾ കൊണ്ട് അതിനെ വലയം ചെയ്തത്. ഒരാൾക്ക് തൊടാനോ കുത്താനോ ഒന്നിനും പറ്റാത്ത വിധം അത് അങ്ങനെ സംരക്ഷിച്ചത് ആ ദുആക്കുള്ള ഉത്തരമാണ് എന്ന് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ നൂനിയ്യ എന്ന കിതാബിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ കാലങ്ങളിൽ ഏകദേശം ഒരു ഹിജ്റ 2-ാം നൂറ്റാണ്ട് മുതൽ അല്ലെങ്കിൽ 3-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതലൊക്കെ ഇതിലേക്ക് പ്രവേശിക്കാനാകാത്ത വിധം അത് സംരക്ഷിക്കപ്പെട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ വന്ന പണ്ഡിതന്മാരൊക്കെ ഹദീസ് വെച്ചുകൊണ്ട് പരിശോധിക്കുക ചെയ്യാം. ഹദീസ് എങ്ങനെ പറഞ്ഞത്, അവിടെ എന്താ വന്നത്, ആ പദപ്രയോഗത്തിൽ നിന്നാണ് നബിയുടെ ഖബർ ഇങ്ങനെയായിരിക്കും, മറ്റേ ഖബർ അങ്ങനെയായിരിക്കും എന്നൊക്കെ അവർ അഭിപ്രായം പറഞ്ഞു പോകുന്നത്. അപ്പം നബിയുടെ ഖബർ ഇങ്ങനെ, മറ്റേ ഖബർ ഇങ്ങനെ, മറ്റേ ഖബർ ഇങ്ങനെ എന്നൊക്കെ അഭിപ്രായം പറഞ്ഞു പോയത് ഹദീസിൽ വന്ന വെളിച്ചത്തിലാണ്. പിന്നീട് സ്വഹാബിമാർ താഴ്മകൾ പിന്നെ പറയും, നബിയുടെ ഖബർ ഞങ്ങൾ പറയൂ, ഞങ്ങളോട് പിന്നെ ചെന്നു എന്നൊക്കെ പല പ്രയോഗങ്ങൾ ഉണ്ടാവുമല്ലോ. അതൊക്കെ വെച്ചുകൊണ്ട് ആണ് ഈ ഫയൽ ചിത്രം ഒരു ഹിജ്റ 10-ാം നൂറ്റാണ്ടിൽ മദീന പള്ളി ഒന്നാകെ തീപിടുത്തുണ്ടായി. പള്ളി മൊത്തം കത്തിച്ചാമ്പലായി. പള്ളിയും ഖബറും ഈ ഭാഗങ്ങൾ കംപ്ലീറ്റ് കത്തിച്ച് ചുമരുകൾ മുഴുവൻ തകർന്നു. അന്ന് ഇതെല്ലാം പിന്നുള്ള അവസരത്തെല്ലാം പൊളിച്ചൊഴിവാക്കി രണ്ടാമത് തലക്കുന്ന ഉണ്ടാക്കി കൊണ്ടുവന്നു. അന്ന് അതിനുള്ളിൽ കയറാൻ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഹിജ്റ 10-ാം നൂറ്റാണ്ടിൽ. അതാണ് പിന്നെ ആകെയുള്ളിൽ കയറാൻ ഒരു അവസരം കിട്ടിയത് ആ കാലഘട്ടത്തിൽ മാത്രമാണ്. അതിന് ശേഷവും പിന്നെ ആ സംവിധാനം ഇല്ല. അപ്പം ഇവിടെ ഉമർ ഖത്താബിനെ പറഞ്ഞത് നബിയുടെ സമീപത്താണ് എന്നൊരു പോയിന്റ് അതിൽ പറയുന്നു. ഉമർ ഖത്താബ് വസിയത്ത് ചെയ്തിരുന്നു, ഞാൻ മരിച്ചാൽ അവിടെ പോകണം,
മയ്യത്ത് കൊണ്ട് ചെല്ലണം. എന്നിട്ട് ആയിഷ ബീവിയോട് അനുവാദം ചോദിക്കണം. അനുവാദം ചോദിക്കുമ്പോൾ അമീർ മുഅ്മിനീന് വേണ്ടി എന്ന് പറയരുത്, ഉമറിന് വേണ്ടി എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് അനുവാദം ചോദിക്കുക. അനുവാദം കിട്ടിയാലവിടെ മറവ് ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ ബക്കയിൽ കൊണ്ടുപോയിട്ട് മറവ് ചെയ്യുക. അങ്ങനെയാണ് പ്രഖത്താബ് മയ്യത്തുമായി വന്നു. അവിടെ എത്തി, അവിടെ ചോദിച്ചു. പ്രഖത്താബ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് പെർമിഷൻ ഉണ്ടെങ്കിൽ ഇവിടെ മറവ്. കാരണം ഓരോ വീടാണല്ലോ, ആയിഷബിന്റെ വീട്ടിലാണ്. സുദീഖ് അള്ളാഹിന്റെ വാപ്പയാണ്, നബി ഭർത്താവുമാണ്. പ്രഖത്താബ് ആവട്ടെ അവർക്ക് അന്യനാണ്. അതുകൊണ്ട് നിങ്ങൾ സമ്മതമുണ്ടെങ്കിൽ മറമാടാനാണ് വാപ്പ പറഞ്ഞത് എന്ന് ഇവരോട് പറഞ്ഞത് പറയുന്നുണ്ട്. അപ്പൊ ആയിഷ ബീവി പറഞ്ഞു, അത് എനിക്ക് ഖബറിന് വേണ്ടി ഞാൻ മനസ്സിൽ വിചാരിച്ചു വെച്ചതാണ്, ഏതായാലും നിങ്ങൾ വാപ്പ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം. അങ്ങനെയാണ് ആയിഷ ബീവി സമ്മതം നൽകുന്നത്. സുഖമജാക്ക് എടുക്കുമ്പോൾ ഭർത്താവ് പറയുന്നുണ്ട്, ഇന്ന് പോയി ചോദിച്ചു വരണം പറയുന്നുണ്ട്. കുത്തേറ്റ് കിടക്കുമ്പോഴേ പറയുന്നുണ്ട്, നീ പോയിട്ട് സമ്മതം ചോദിച്ചു വരണം, സമ്മതം കിട്ടിയെന്ന്. പിന്നെ എന്നിട്ടും പറഞ്ഞു, നീ മരിച്ചാലും നിങ്ങൾ മയ്യത്തിന് പോകുമ്പോൾ ഒന്നും കൂടി ചോദിക്കണം, എന്നിട്ട് ഉറപ്പെടുത്തിയിട്ട് മറവ് ചെയ്താൽ മതി. അങ്ങനെയാണ് അവരവിടെ മറമാടുന്നതൊക്കെ. അതാണ് ആ ചരിത്രം. 23 അവൾ കുത്തേറ്റ് ഷഹീദാകുന്നത്. ധാരാളം